CMA USA എക്സാമിനേഷനെ കുറിച്ചും എക്സാമിൻ്റെ റിസൾട്ടിനെ കുറിച്ചുമാണ് ഇനി പറയാനുള്ളത്. CMA എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 3 വിൻഡോ ആയിട്ടാണ് IMA നടത്തുന്നത്. ഒന്ന് ജാൻ ഫെബ് ഒരു വിൻഡോ, മെയ് ജൂൺ സെക്കൻഡ് വിൻഡോ, സെപ്റ്റംബർ ഒക്ടോബർ തേർഡ് വിൻഡോ. അപ്പോൾ ഈ ജാൻ ഫെബിൽ നമുക്ക് അവൈലബിളായ പ്രൊമെട്രിക് സെൻറ്ററിൽ നോക്കി നമുക്ക് അവൈലബിളായ ഒരു ഡേറ്റ്, കംഫർട്ടബിളായ ഒരു ഡേറ്റ് നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ എക്സാം എഴുതാം. അത് കഴിഞ്ഞാൽ മെയ് ജൂണിൽ എഴുതാം, അത് കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബർ, അങ്ങനെ വർഷത്തിൽ 3 തവണ നമുക്ക് എക്സാം എഴുതാൻ സാധിക്കും. എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ 65% താഴെയാണ് സ്കോർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഫെയിൽഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എക്സാം എഴുതി 6 വീക്സ് കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരിക. 360 മാർക്സ് നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ വി ആർ ഗോയിങ് ടു പാസ് ദാറ്റ് CMA പാർട്ട്. ഓക്കെ, 2 എക്സാമും കൂടി പാസ്സാകുമ്പോൾ നമ്മൾ CMA ക്വാളിഫൈഡ് ആയി മാറും. ഓക്കെ, സോ നമുക്ക് എക്സാം എഴുതാൻ 3 വിൻഡോസ്. എക്സാം 65% താഴെയാണ് സ്കോർ ചെയ്യുന്നതെങ്കിൽ യു ഫെയിൽഡ് ദാറ്റ് ടൈം ഇറ്റ് സെൽഫ്. അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സിനാരിയോ സെഷനിലേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുക 6 വീക്സ് കഴിഞ്ഞിട്ടാണ്. 360 മാർക്സ് മിനിമം നമ്മൾ സ്കോർ ചെയ്യണം പാസ്സാവണമെങ്കിൽ. See you with more learnings.